കൊച്ചിയിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൂരമായ ഒരു സംഭവമുണ്ടായി. തൃപ്പൂണിത്തറ ഗ്ലോബൽ സ്കൂൾ എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളാണ്. അവിടെ ഒരു 15-കാരൻ മെഹറിൻ അഹമ്മദ് പേര് കേൾക്കുമ്പോൾ അറിയാം മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടിയാണ്. ഫോട്ടോയിൽ കാണുമ്പോൾ അറിയാം ഒരു ഇരുണ്ട നിറമുള്ള കുട്ടി. അവനെ നിറത്തിൻ്റെ പേരിൽ മറ്റ് കുട്ടികൾ കളിയാക്കിയിരുന്നു. റാഗിംഗ് എന്ന ഓമന പേര് പറഞ്ഞാണ് ഈ കളിയാക്കൽ എന്നാണ് ഉമ്മ ഇപ്പോൾ പറയുന്നത്. റാഗിങ് എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടിയെ ഇപ്പോൾ സ്കൂളിൽ ചെന്ന് ചേരുന്ന സമയത്ത് പുറമേ നിന്ന് വരുന്ന കുട്ടി ആദ്യമായിട്ട് ചേരുമ്പോൾ ചിലപ്പോൾ സീനിയർ കുട്ടികൾ ചെയ്യുന്ന എന്തെങ്കിലും കളിയാക്കലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്ക് ഏൽപ്പിക്കുന്നതോ അതൊക്കെയാണ് റാഗിങ് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. ഇത് വംശീയ അധിക്ഷേപമാണ്. ഇത് എന്താണ്, ഒരു നിറത്തിൻ്റെ പേരിലുള്ള അധിക്ഷേപമാണ്. ഇത് അവൻ്റെ സമുദായത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. അവൻ്റെ ബലഹീനതയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ്. റാഗിംഗ് എന്ന ഗണത്തിൽപ്പെടുത്തി അതിനെ ചെറുതാക്കി കാണിക്കരുത് എന്നാണ് എൻ്റെ പക്ഷം. അത് എൻ്റെ മാത്രം പക്ഷമാണോ എന്ന് എനിക്കറിയില്ല. സർവമാന സാംസ്കാരിക പ്രവർത്തകരും സിനിമാ നടന്മാരുമൊക്കെ ഇതിനെതിരെ രംഗത്ത് എത്തിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ മരണത്തിൽ അതീവ ദുഃഖം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നടൻ പൃഥ്വിരാജ്, അനുശ്രീ, അതുപോലെ സാമന്ത ഈ മലയാളത്തിലുള്ള വ്യക്തി പോലുമല്ല, അവരൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. അത്രമാത്രം അവരുടെയൊക്കെ ഉള്ളിനെ പിടിച്ച് കുലുക്കിയ സംഭവമാണ്. ഈ കുട്ടിയെ മെഹറിൻ അഹമ്മദിനെ അവൻ്റെ സഹപാഠികൾ എന്താണ് ചെയ്തതെന്നറിയാവോ? അവൻ്റെ നിറത്തെ കളിയാക്കിക്കോട്ടെ, അവനെ ടോയ്ലറ്റ് നക്കിച്ചു. വാഷ്റൂമിൽ കൊണ്ടുപോയി ടോയ്ലറ്റ് നക്കിച്ചു. എന്നിട്ട് അതിനകത്ത് അവൻ്റെ തലമുക്കി പിടിച്ചു. എന്നിട്ട് ഫ്ലഷ് ചെയ്യിച്ചു. ആലോചിക്കുക, ഒരു 15 വയസ്സുകാരനെ ഫ്ലഷ് ചെയ്യിച്ചു. സത്യം പറയട്ടെ, ഞാൻ ഈ ഇത്തരം സംഭവങ്ങൾ ഞാനാണ് നേരിട്ടതെങ്കിൽ ഈ 15 വയസ്സ് കാലത്ത് ചിലപ്പോഴൊക്കെയെങ്കിലും ചില ആളുകളുമായിട്ട് മൽപ്പിടുത്തവും അടിപിടിയൊക്കെ ഉണ്ടായ സാഹചര്യങ്ങൾ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. എന്നെക്കാൾ ബലമുള്ള ആളുകൾ, സംഘടിതരായി വന്ന ആളുകളൊക്കെ അടിക്കാനും ഇടിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ബലം തീരെ കുറവാണെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ ബലമുള്ള ഏവനെങ്കിലും ഒരുത്തനെങ്കിലും അടിച്ച് തള്ളി ഇട്ടിട്ടേ നമ്മളവിടെ നിന്ന് പോകൂ. വേറൊന്നുമല്ല, പൊങ്ങച്ചം പറയുന്നതല്ല, ആ ധൈര്യത്തിൻ്റെതല്ല, അതായിരുന്നു കറേജ്. അല്ലാതെ വീണു കൊടുക്കുക എന്താണ്, അല്ലെങ്കിൽ അപമാനിതനായി തിരിച്ചു പോവുക എന്നല്ല. അടി 10 കൊണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിലും തിരിച്ചു കൊടുക്കുക. അത് ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ അപമാനിതനായി തിരിച്ചു പോവുക, നിറത്തെ കുറിച്ച് കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട്. വട്ടപ്പേര്, ഇപ്പോഴത്തെ പോലെ വട്ടപ്പേര് ഇപ്പോഴുണ്ട്, വട്ടപ്പേര് വിളിക്കുക, കളിയാക്കലുകൾ, അധ്യാപകർ കളിയാക്കുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഇപ്പോഴല്ല, 10-30-40 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉള്ള സംഭവമാണ് പറയുന്നത്. അന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അതൊക്കെ നിയമവിരുദ്ധമാണ് എന്ന് വിധി എഴുതി കഴിഞ്ഞു. ഇന്നിപ്പോൾ ഈ കുട്ടി മെഹറിൻ അഹമ്മദ് നേരിട്ടത് വംശീയ അധിക്ഷേപമാണ്, നിറത്തെക്കുറിച്ചുള്ള അധിക്ഷേപമാണ്. അതൊക്കെ വലിയ കുറ്റമാണ്. റാഗിങ്ങിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ കുറ്റമാണ് ഈ സഹപാഠികൾ ചെയ്തത്. എന്നിട്ട് ഈ പയ്യൻ അത്രയും അധിക്ഷേപം കേട്ടു. ഈ ഗ്ലോബൽ സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ അവിടെ എരുമകളാണോ പഠിപ്പിക്കാനിരിക്കുന്നത്? എരുമ മാടുകളാണോ പഠിപ്പിക്കാനിരിക്കുന്നത്? അവിടെ അധ്യാപകരല്ലേ? ആ ഊളകൾ അവിടെ എന്താണ് ചെയ്തത്? ഊളെന്നൊക്കെ വിളിക്കാൻ പറ്റും. ഊളന്മാർക്ക് പോലും നാണക്കേടായിരിക്കും. ഇവന്മാരോ ഇവറ്റകളോ ഇതൊന്നും കണ്ടില്ലേ, കേട്ടില്ലേ? നല്ല ഏതെങ്കിലും ഒരു അധ്യാപകനോ അധ്യാപികയോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ കണ്ണോ മുഖമോ കാണുമ്പോൾ അവർ തിരിച്ചറിയും, എൻ്റെ മകന്, എൻ്റെ മകൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ചില വീഡിയോകളിൽ കാണുന്നില്ലേ, ചില 1 മിനിറ്റ് പോലും ദൈർഘ്യമില്ലാത്ത ചില റീലുകളിൽ കാണുന്നില്ലേ, നല്ല അധ്യാപകരുടെ ഫീലിംഗ് കാണുന്നില്ലേ? അവർ കുട്ടിയുടെ സങ്കടം വളരെ വേഗം തിരിച്ചറിയും, വളരെ വേഗം. കാരണം കുട്ടികൾ രക്ഷിതാക്കൾക്കൊപ്പമല്ല, അധ്യാപകർക്കൊപ്പമാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ അവരുടെ മക്കളാണ്, അവരുടെ മക്കളുടെ കണ്ണ് ഒന്ന് കലങ്ങിയിരുന്നാൽ അവരുടനെ തിരിച്ചറിയും, എന്താ മോനെ നിനക്ക് സംഭവിച്ചത് ചോദിക്കും. അച്ഛനമ്മമാരോട് പറയുന്നതിനേക്കാൾ വളരെ വേഗം അധ്യാപകരോടോ അധ്യാപികമാരോടോ കുട്ടികൾ മനസ്സ് തുറന്ന് സംസാരിക്കും. അതാണ് അധ്യാപക വിദ്യാർത്ഥി ബന്ധമെന്ന് പറഞ്ഞാൽ. ഇപ്പോഴും ഞാൻ എൻ്റെ അനുഭവം പറയുന്നത് അത്രമാത്രം അനുഭവ സമ്പത്ത് അധ്യാപകരും ഞാനുമായിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇപ്പോഴും സജീവമായ ബന്ധം പുലർത്തുന്ന എത്രയോ അധ്യാപകരും എനിക്കുണ്ട്. ഇപ്പോഴും എന്തെങ്കിലും പറയുമ്പോൾ തെറ്റുപറ്റിയാൽ തിരുത്തുന്ന എത്രയോ അധ്യാപകരുണ്ട്. അധ്യാപകർ വായിച്ച പുസ്തകത്തെക്കുറിച്ച് വിളിച്ചു പറയുന്ന എത്രയോ അധ്യാപകർ, ഞാൻ പുതിയ പുസ്തകം വായിച്ചു, നീ അത് വായിച്ചുവോ എന്ന് വിളിച്ച് ചോദിക്കുന്ന എത്രയോ അധ്യാപകരുണ്ട്. അങ്ങനെ സജീവമായ ബന്ധം പുലർത്തുന്ന എത്രയോ അധ്യാപകന്മാരും അധ്യാപികമാരും ഇപ്പോഴുമുണ്ട്. അതാണ് അധ്യാപക വിദ്യാർത്ഥി ബന്ധം എന്ന് പറയുന്നത്. നമുക്കെന്തെങ്കിലും പ്രശ്നം വന്നാൽ എനിക്ക് ഫീസ് കൊടുത്ത അധ്യാപകരുണ്ട്. അതാണ് ബന്ധം.
അങ്ങനെയുള്ള ആളുകളുണ്ട്. ഈ ഗ്ലോബൽ സ്കൂളിലൊക്കെ ഉള്ളത് എരുമ മാടുകളാണോ എന്ന് ചോദിക്കാൻ കാരണം ഈ മെഹിർ അഹമ്മദ് എന്ന് പറയുന്ന കുട്ടി അവിടെ സങ്കടപ്പെട്ടിട്ടുണ്ടാവില്ലേ? ഈ സംഭവം കഴിഞ്ഞിട്ട് അവൻ ക്ലാസ് മുറിയിൽ വരുമ്പോൾ അവൻ്റെ മുഖത്ത് സങ്കടം നിഴലിച്ചിട്ടുണ്ടാവില്ലേ? അത് അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതല്ലേ? അവർ കണ്ട് അവനെ ആശ്വസിപ്പിക്കേണ്ടതല്ലേ? അതോ അവൻ ആത്മഹത്യയിലേക്ക് തള്ളിവിടണമോ? ആശ്വസിപ്പിച്ച് മോനെ സാരമില്ല, അവരെ നമുക്ക് പിടിക്കാം, നിന്നെ ഉപദ്രവിച്ചവരെ നമ്മൾ താക്കീത് ചെയ്യാം, അല്ലെങ്കിൽ അവരെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാം, മോൻ വിഷമിക്കാതെ എന്ന് ആശ്വസിപ്പിക്കേണ്ടതല്ലേ? അവൻ എത്ര പലകുറി അവൻ ഇതേ അധിക്ഷേപം കേട്ടിട്ടുണ്ടാകണം, പലകുറി ഒരു പക്ഷേയെങ്കിൽ അവൻ അധ്യാപകരോട് പറഞ്ഞിട്ടുണ്ടാകണം. അപ്പോഴെങ്ങും ഈ അനങ്ങാപ്പാറകളായ എരുമമാടുകളായ അധ്യാപകർ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടുണ്ടാകില്ല. കാരണമുണ്ട് ഇത് പറയാൻ. കാരണം ഈ പാവം കുട്ടി ഫ്ലാറ്റിൽ നിന്ന് ചാടി മരിച്ചു. അതിനുശേഷം അവൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ ചേർന്ന് അവന് അനുശോചനം അർപ്പിക്കാൻ വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അവന് അനുശോചനം അർപ്പിക്കാൻ വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിനകത്ത് പുഴുക്കുത്തുകളായ ഇവനെ അധിക്ഷേപിച്ചവന്മാരുണ്ടല്ലോ, അവന്മാർ വന്ന് എന്തൊക്കെയോ തോന്നിവാസം എഴുതി. അപ്പോഴും ഈ അധ്യാപകർ അനങ്ങിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എരുമമാടുകളാണ് ഈ അധ്യാപകർ. എന്നിട്ട് പിന്നീട് ആ വാട്സപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. യഥാർത്ഥത്തിൽ ഈ അമ്മ മെഹറിൻ്റെ അമ്മ രംഗത്തെത്തിയതോടുകൂടിയാണ് ഇവിടെ പ്രശ്നം പുറത്തറിയുന്നതും ഇത് വലിയ ചർച്ചയാകുന്നതും. ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിസ്ഥാനത്തുള്ളത് വിദ്യാർത്ഥികൾ മാത്രമല്ല, ആ സ്കൂളിലെ പ്രിൻസിപ്പൽ അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്യണം. പ്രിൻസിപ്പൽ അടക്കമുള്ളവർ ഈ കേസിലെ പ്രതിയാണ്, ഈ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദിയാണ്. ഇവിടെയാണ് SFI, ABVP, KSU തുടങ്ങി കുറച്ച് ചൊറി പാർട്ടികളുണ്ടല്ലോ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ. ഞങ്ങളുമൊക്കെ ഈ പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന ആളുകൾ തന്നെ. ഇവിടെ യവന്മാർ എന്താണ് ചെയ്യുന്നത്? സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ് ചുമ്മാ ഗവർണർക്കെതിരെ കരിങ്കൊടി പിടിക്കുക. ഇതാണ് വിഷയം. നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി ഇന്നില്ല. അവൻ ഏത് കൊടി പിടിച്ചു എന്നല്ല ഇവിടെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട. നിങ്ങൾ പിടിക്കുന്ന കൊടിയുടെ നിറമല്ല, കേരളത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ കൊടിയാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. ഒത്തൊരുമയുടെ കൊടി നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം. പിടിച്ചിട്ട് നിങ്ങൾ ഒത്തൊരുമയോട് കൂടി നിന്ന് ചോദിക്കണം. മെഹറിൻ അഹമ്മദിൻ്റെ ജീവന് നിങ്ങൾ വില ചോദിക്കണം. ഈ സ്കൂളിന് നിങ്ങൾ വിലയിടണം. അവിടെയാണ് നിങ്ങൾ ഒത്തൊരുമയോടെ നിൽക്കേണ്ടത്. ഇങ്ങനെയല്ല. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സംസ്കാരം ഇതല്ല എന്ന് ABVP-കാരനും KSU-കാരനും SFI-കാരനും SOS-കാരനും ഒക്കെ ഒരുമിച്ച് നിന്ന് പറയണം. കേരളം ഇതല്ല, കേരളത്തിൻ്റെ മാതൃക ഇതല്ല. കേരളം എല്ലാ ആളുകൾക്കും പഠിക്കാനും എല്ലാ സന്തോഷത്തോടു കൂടി എല്ലാ അവകാശങ്ങളോടുകൂടി പഠിച്ച് വളരാനുമുള്ള അന്തരീക്ഷമുള്ള മണ്ണാണ് എന്ന് തെളിയിക്കേണ്ട അവസരമാണിത്. അല്ലാതെ ഇത് മരിച്ചത് ഇന്നവനാണ്, അതുകൊണ്ട് ഞാൻ പോകില്ല എന്ന് വേറൊരുത്തൻ, അതല്ല വേണ്ടത്. ഇവിടെ മരിച്ചത് മെഹറിൻ അഹമ്മദ് ആണെങ്കിൽ അത് എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹപാഠിയാണ് എന്ന ഉത്തരവാദിത്വം ഓരോ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും ഉണ്ടാകേണ്ട സമയമാണ്. കഷ്ടകാലത്തിന് ഇന്നേ വരെ ഞാൻ പരിധി നോക്കുമ്പോൾ, സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പരിധി നോക്കുമ്പോൾ, സിനിമാ താരങ്ങളും സാമൂഹിക പ്രവർത്തകരും മെഹറിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവും ഇതുവരെ എഴുതി കണ്ടില്ല. സങ്കടം തോന്നുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളല്ലേ എഴുതേണ്ടത്? വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എഴുതിയിട്ടില്ല. കാരണം എന്താണ്? ഈ ഗ്ലോബൽ സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സംഭാവന പാർട്ടികൾക്ക് കിട്ടുന്ന സ്കൂളായിരിക്കാം. ഈ സ്കൂളിനെതിരെയൊക്കെ സമരം ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ പാർട്ടി നേതൃത്വം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ വാലിൽ തൂക്കി ദൂരെ കളയും. അതുകൊണ്ടാകാം യൗമാർ സമരത്തിന് പോകാത്തത്. ഇവിടെയാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ കഴിവും തെളിയിക്കേണ്ടത്. ഏതായാലും മെഹറിൻ അഹമ്മദിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആ മകൻ്റെ ഉമ്മ നടത്തുന്ന നീതി പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു.